ഹേയ് ഹലോ എവറി വൺ, ഇതെന്താണ് ഈ കോലത്തിൽ ഇവിടെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇന്നൊരു സർപ്രൈസ് വ്ളോഗാണ്, വേറൊന്നുമല്ല. ഇന്ന് ഞാൻ ഹെയറിൽ ബൊട്ടോക്സ് ചെയ്യാനും അതേപോലെ തന്നെ ചെറുതായിട്ട് കുറച്ച് ഹൈലൈറ്റിങ് കളേഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നേക്കുകയാണ്. അപ്പം ഇപ്പം കളറിങ്ങിൻ്റെ പരിപാടിയാണ് ഫസ്റ്റ് അവർ ചെയ്യുന്നത്. അതിന് ശേഷം ബൊട്ടോക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2 പ്രാവശ്യം കരാട്ടിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ബൊട്ടോക്സ് ആണ്. ഹെയറിന് നല്ല പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഹെയർ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ ഒന്നെങ്കിൽ ബൊട്ടോക്സ് അല്ലെങ്കിൽ കെരാട്ടിൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാടല്ലാത്ത കെമിക്കൽസ് ആയിട്ടുള്ള സ്ട്രെയിറ്റനിങ് അല്ലെങ്കിൽ സ്മൂത്തനിങ് ആ ഒരു ട്രീറ്റ്മെൻറ്റിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ കളറിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം കളറിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കോളൂ. ഇപ്പം നമ്മളെല്ലാം സെറ്റായിട്ട് അതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇതാ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്കാണ്, കുറച്ചൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമുള്ളത്. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ ഈ ഒരു ക്രീം ഇട്ടതിന് ശേഷം നമുക്കധികം വാഷ് ചെയ്യാതെ തന്നെ അവർ അയൺ ചെയ്തെടുക്കുകയാണ്. അത്യാവശ്യം കുറച്ചൊരു പെയിൻഫുള്ളാണ്. ഈ ഒരു ക്രീം പുരട്ടുമ്പോൾ മുഖത്തുള്ള ചിരിയൊക്കെ ഉള്ളൂ. അതിനുശേഷം അത്യാവശ്യം ഇവർ ഈ ഒരു അയണർ ഇട്ട് പിടിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേദന ആ ഒരു ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് തന്നെ നോക്കണം. ഇതെല്ലാം ക്രീമെല്ലാം പുരട്ടി നമ്മൾ സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാനും അഖിലയും കൂടെയാണ് ഇത് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടേത് അവിടെ ക്രീമൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബോറടിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം ടൈം വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞു, നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വാഷ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമുള്ളതാണ്. അപ്പം ഫുൾ ടൈം ഞാനിങ്ങനെ എന്തായി കളറ് എവിടെ വരെ എത്തി എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവർ അയൺ ചെയ്യുന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പം അതിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാമല്ലോ, വലിയ സുഖമുള്ള പരിപാടിയല്ല, കുറച്ചധികം ടൈം എടുക്കും. അപ്പം ഹെയറിന് അധികം നീളമില്ലാത്തവർക്കാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല. എനിക്ക് ഹെയറിന് നീളം ഉള്ളത് കൊണ്ട് തന്നെ ഫുൾ അവർ അയൺ ചെയ്ത് വലിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചൊരു പെയിൻഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു അയണിങ് എന്ന് പറയുന്നത്. കുറേ അധികം ടൈം എടുക്കുകയും ചെയ്തു. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഡേയോളം എടുത്തു. ഞാൻ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ പോയിട്ട് രാത്രി എനിക്ക് തോന്നുന്നു 6-7 മണിയൊക്കെ ആവാറായി കഴിഞ്ഞപ്പോൾ. അങ്ങനെ അയണിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ അയണിങ് കഴിഞ്ഞ് പോയപ്പോഴേ കളർ കുറച്ച് ഫ്രണ്ട് പോർഷനിൽ കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ വന്നോളൂ, അത് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ കുറച്ച് കളർ എനിക്കൊന്ന് ഡള്ള് ചെയ്യണമായിരുന്നു. കാരണം ആ ഒരു ഏരിയയിൽ അത്രയും കളറ് വേണ്ട എനിക്ക് കുറച്ച് ബ്ലാക്കും കുറച്ച് കളറും കൂടെ മിക്സ് ചെയ്ത് കാണുന്നതാണ് ഇഷ്ടം. അപ്പം ഇത് വീഡിയോയിൽ അത്രയും വിസിബിൾ അല്ല, പക്ഷെ നേരിട്ട് കാണുമ്പം ഈ ഒരു കളറ് മാത്രമായിരുന്നു ഫ്രണ്ട് ഏരിയയിലൊക്കെ കാണുന്നത്. ബ്ലാക്ക് ഭയങ്കര കുറവായിട്ടായിരുന്നു കാണുന്നത്. അപ്പം അത് ഒന്ന് ഡള്ള് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, കുറച്ചൊരു ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഞാനിങ്ങനെ ഇത് വീഡിയോ എടുത്ത് പിന്നെയും നോക്കുന്നത് കണ്ടിട്ട് അവിടെയുള്ള ചേച്ചിമാരൊക്കെ എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ട് പോവുമായിരുന്നു. അപ്പം നമ്മളിതാ എഗെയിൻ കളറൊക്കെ കുറച്ചൊന്ന് ഡിമ്മാക്കി. ഇപ്പോൾ എനിക്ക് ഒരുവിധം സെറ്റായിട്ടുണ്ട്. എഗെയിൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കളറ് ഉണ്ടായിരുന്നു, എങ്കിലും ഇത് ഓക്കെയാണ്. മറ്റേത് കുറച്ചധികം കളറായിരുന്നു. പിന്നെ ഒരു ഫ്രണ്ട് ഏരിയ ഞാൻ എപ്പോഴും വെട്ടിയിടുന്നതാണ്, അത് കുറച്ചൊന്ന് ലെങ്ത് കുറച്ചിട്ടു. ഈ ചേച്ചിയാണ് എനിക്കിത് ചെയ്തു തന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ബൊട്ടോക്സ് ആൻഡ് കളറിങ് ജേണി എന്ന് പറയുന്നത്. അത്യാവശ്യം നിങ്ങൾക്കൊന്ന് സ്ട്രെയിറ്റനായി നിങ്ങൾക്കൊന്ന് മാനേജബിളായിട്ട് ഹെയർ കിടക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മുടിക്ക് നല്ല സ്ട്രെങ്ത്തിനും പ്രോട്ടീനൊക്കെ റിച്ചായിട്ട് കിടക്കുന്നതിന് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.